الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم وقاتلوا المشركين كافة كما يقاتلونكم كافة واعلموا أن الله مع المتقين സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ പടച്ചതമ്പുരാന്റെ വിധിവിലക്കോടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നമ്മളാൽ കഴിയും വിധം സൂക്ഷിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രദ്ധിക്കണേ എന്ന് സ്വന്തത്തോടെന്ന പോലെ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ബസ്റയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്ന അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഒരു കത്തയക്കുകയുണ്ടായി. ഭരണപരമായ പല കാര്യങ്ങളും ചെയ്യുന്നതിൽ ഒരു ഡേറ്റ് നിശ്ചയിക്കുന്നതിന് ഒരു മാർഗമുണ്ടാവണം എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചത് പ്രകാരം അദ്ദേഹം അമീറുൽ മുഅ്മിനീൻ
തൻ്റെ കൂടെയുള്ള സഹാബിമാരോട് ഈ വിഷയം കാര്യഗൗരവമായി ചർച്ച ചെയ്യുകയും ഒരു കലണ്ടർ വേണമെന്നുള്ള അഭിപ്രായം എല്ലാവരിൽ നിന്നും ഉണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹിജറ 17 ആദ്യമായി ഇസ്ലാമിക കലണ്ടർ എന്ന ആശയം നിലവിൽ വരികയുണ്ടായി. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്താണ് ഈ സംഭവം, ഈ ഒരു കലണ്ടർ എന്നുള്ള സംവിധാനം ഉണ്ടാവുന്നത്. ഇന്ന് നമുക്കറിയാം, ഹിജറ 1447 ഒരു പുതിയ വർഷത്തിൻ്റെ തുടക്കത്തിലേക്ക് അഥവാ മുഹറം മാസത്തിലേക്ക് പ്രവേശിച്ചു ഇരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ വർഷാരംഭം ഉണ്ടാകുമ്പോൾ ഇന്നലെ മാസം കണ്ടതായി അറിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഇന്ന് ദുൽഹജ്ജ് 30 നാളെ മുതൽ 1 ആയിരിക്കുമെന്നാണ് മനസ്സിലാവുന്നത്. അപ്പൊ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ വർഷാരംഭത്തിലേക്ക് പ്രവേശിക്കുന്ന നമ്മൾ അറബി ഡേറ്റുകളെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഇസ്ലാമികപരമായ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് തുടക്കം കുറിച്ച ഇസ്ലാമിക കലണ്ടർ സ്ഥാപിതമാകുന്നത്. ഖേദകരമെന്ന് പറയട്ടെ, നമ്മൾ മുസ്ലിങ്ങളിൽ അധികം ആളുകളും വളരെയൊന്നും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയമാണ് ഇസ്ലാമിലുള്ള കലണ്ടർ പ്രകാരമുള്ള ആ മാസത്തിന്റെ അടിസ്ഥാനപരമായ പേരുകൾ. ഒരാളോട് ചോദിക്കുകയാണ് ഏതൊക്കെയാണ് മാസങ്ങൾ, അറബിയിലുള്ള മാസങ്ങൾ എന്ന് ചോദിച്ചാൽ തെറ്റാതെ ക്രമപ്രകാരം പറയാൻ എനിക്ക് കഴിയുമെന്ന് പറയാൻ സത്യത്തിൽ ഇന്ന് മുസ്ലിങ്ങൾ ആ വിഷയത്തിൽ പുറകോട്ടാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. മദ്രസയിൽ വെച്ച് കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്, പക്ഷെ അത് പിന്നീട് അതങ്ങനെ മറന്നുപോകും. കാരണം നമ്മുടെ നാടുകളിൽ ഉപയോഗമില്ല. കാരണം നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് മാസങ്ങളെയാണ്. സൂര്യ വർഷക്കണക്ക് പ്രകാരമുള്ള ജനുവരി, ഫെബ്രുവരി പോലെയുള്ള ആ മാസങ്ങളെയാണ് നമ്മുടെ നാവുകളിൽ സാധാരണയായി വരാറുള്ളത്. മുഹറം കൊണ്ട് ആരംഭിച്ച് ദുൽഹജ്ജിൽ അവസാനിക്കുന്ന 12 മാസങ്ങൾ, അതാണ് ഇസ്ലാമിക കലണ്ടറിലുമുള്ളത്. കാരണം ഈ പ്രപഞ്ചം ആരംഭിച്ചത് മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണി കണക്കാക്കിയിട്ടുള്ളത് മാസങ്ങളുടെ എണ്ണം 12 തന്നെയാണ്. ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ സൃഷ്ടിച്ച ആ സമയം തൊട്ട് അല്ലാഹു കണക്കാക്കിയിട്ടുള്ളത് മാസങ്ങൾ, ഒരു വർഷത്തിൽ മാസങ്ങളുടെ എണ്ണം 12 എന്നിട്ട് അതിൽ നിന്ന് 4 പ്രത്യേകമായി ആദരിക്കപ്പെടുന്ന മാസങ്ങളാക്കി. മിൻഹ അർബഅത്തുൻ ഹുറും, പവിത്രങ്ങളായ 4 മാസങ്ങൾ അവയിലുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് മുഹറം എന്നുള്ളത്. മുഹറമിന്റെ പ്രത്യേകതയായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു നമ്മളോട് കൽപ്പിച്ചത് ഫലാ തളിമു ഫീഹിന്ന അൻഫുസകും, നിങ്ങൾ അതിൽ കുഴപ്പങ്ങൾ ചെയ്യരുത്, തെറ്റുകൾ ചെയ്യരുത്. അള്ളാഹു ആദരിച്ച ഒരു മാസം എന്നുള്ളത് കൊണ്ട് തന്നെ മുഹറമിൽ യുദ്ധം പോലെ, അതുപോലെ തന്നെ മറ്റുള്ളവരെ ആക്രമിക്കൽ പോലെ, അനാവശ്യ പ്രവർത്തനങ്ങളും വാക്കുകളും ചെയ്യലുകളും ഒക്കെ പോലെയുള്ള വിഷയങ്ങളൊന്നും ഒരു സത്യവിശ്വാസിയിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. കാരണം അള്ളാഹു ആദരിച്ചൊരു മാസത്തിലാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ളൊരു ബോധം ഉണ്ടാവണം. മുഹറമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരുപാട് ചരിത്ര സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിലെ ഏറ്റവും പ്രധാനമായി ശ്രേഷ്ഠകരം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത്, അദ്ദേഹം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്, മുഹറമിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വിഷയം മൂസാ നബി അലൈഹിസ്സലാമയെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളെയും ബനൂ ഇസ്രായേലിനെയും
ഫിർഔൻ എന്ന ഒരു കിരാതനായ ചക്രവർത്തി ഈജിപ്ത് ഭരിക്കുമ്പോൾ ആ ഫിർഔനിന്റെ ഭരണത്തിന്റെ കീഴിൽ പ്രയാസങ്ങൾ, കഷ്ടപ്പാടുകളിലൂടെ കടന്നു വന്ന ബനൂ ഇസ്രായേൽ സമൂഹത്തെ മൂസാ നബിയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തി കൊണ്ടുവരികയാണ്. ആ സംഭവത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് മുഹറമിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലൂടെ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദിമൽ മദീന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ചെന്ന ആ സന്ദർഭം ഫവജദൽ യഹൂദു സിയാമൻ യൗമ ആശുറ. മുഹറം 10ന്റെ അന്ന് ജൂതന്മാരായ ആളുകൾ നോമ്പനുഷ്ഠിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. ജാഹിലിയ കാലം തൊട്ട് തന്നെ മക്കയിൽ അറബികളായ ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒക്കെ മുഹറം 10ന് നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു. അത് അവർ പാരമ്പര്യപരമായി അങ്ങനെ, പ്രത്യേകിച്ച് ഇബ്രാഹിമി മില്ലത്തിനനുസരിച്ച് ജീവിക്കുന്നവരായ ചില ആളുകൾ അവരിൽ നിന്ന് കടമെടുത്തുകൊണ്ട് പ്രത്യേകിച്ച് ആ മാസത്തിന്റെ പവിത്രത മനസ്സിലാക്കിയും ആ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് മുഹറം മാസങ്ങളിൽ അറബികൾ ഏത് യുദ്ധങ്ങളാണെങ്കിലും അവർ തൽക്കാലത്തേക്ക് നിർത്തിവെക്കും. കാരണം അത് അള്ളാഹു ശ്രേഷ്ഠകരമാക്കിയ ദിവസങ്ങളാണ് എന്നുള്ളത് കൊണ്ട് ആ ഒരു ബോധം അവർക്കുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അവർ മുഹറം 10ന് നോമ്പനുഷ്ഠിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിൽ ആ നോമ്പ് തുടർന്നു വന്നിരുന്നു. ഇസ്ലാമിന്റെ ആരംഭത്തിൽ മുഹറം 10നുള്ള നോമ്പ് നിർബന്ധമായിരുന്നു എന്ന് വരെ റിപ്പോർട്ടുകളിൽ കാണാം. അപ്പോ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കക്കാരായ ആളുകളുമൊക്കെ നോക്കിയിരുന്ന ഒരു നോമ്പ് മദീനയിൽ വന്നപ്പോ അവിടെയുള്ള ജൂതന്മാരും നോക്കുന്നത് കണ്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, മഹാദൽ യൗമുൽ ലദീ തസൂമൂന, എന്താണ് നിങ്ങൾ ഇന്ന് നോമ്പൊൽക്കാൻ കാരണം? അപ്പൊ അതിന് അവർ നൽകിയ മറുപടി, ഹാദാ യൗമുൻ അളീം, ഇതൊരു മഹത്തായ ഒരു വമ്പിച്ച ദിവസമാണ്. എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത? അൻജല്ലാഹു ഫീഹി മൂസാ വ ഖൗമഹു. ആ ദിവസമാണ്, മുഹറം 10നാണ് മൂസാ നബി അലൈഹിസ്സലാമയും തന്റെ ആളുകളെയും സമൂഹത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയത്. വഹുലിഖ ഫിർഔന വ ഖൗമഹു, ഫിർഔനിനെയും അവന്റെ ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മുക്കിക്കൊന്നതും ഇന്നാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഫസാമഹു മൂസ ശുക്ര, മൂസ അലൈഹിസ്സലാം നന്ദി സൂചകമായി, അള്ളാഹുവിനോടുള്ള നന്ദിയായി, കടപ്പാടായിക്കൊണ്ട് മുഹറം 10ന് നോൽക്കാറുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാമെ ഇത്തിബാ ചെയ്തുകൊണ്ട് ഞങ്ങളും നോമ്പനുഷ്ഠിക്കുന്നു എന്ന് മദീനക്കാരായ ജൂതന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. ഇത് കേട്ടപ്പോ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രതികരണം, ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫനഹ്നു അഹഖു വഔലാ ബിമൂസാ മിൻകും, ഞാനാണ് നിങ്ങളെക്കാൾ മൂസായോട് അടുത്തവനും അവകാശിയും. എന്ന് വെച്ചാൽ മൂസ പ്രവാചകനാണ്, ഞാനും പ്രവാചകനാണ് അലൈഹിസ്സലാം. അതിന്റെ അടിസ്ഥാനത്തിൽ മൂസാ നബി അലൈഹിസ്സലാം സ്വീകരിച്ച ഒരു മില്ലത്ത് അത് എന്റെ ജീവിതത്തിലും ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫസാമഹു റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോറ്റു, വഅമറ ബിസിയാമിഹി, നോമ്പ് നോൽക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു. അപ്പൊ ഇത് മുഹറം 10നാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പുതിയ വർഷത്തിന്റെ ആരംഭം അത് മുഹറമാണ്. നമുക്കറിയാം, ഒരു വർഷത്തിന്റെ ആരംഭത്തിൽ ഇന്ന് നമ്മുടെ നാടുകളിൽ കാണിച്ചു കൂട്ടുന്ന ബെഗോത്തുകൾ, വർഷാരംഭത്തിൽ ഒരു ന്യൂ ഇയർ ആഘോഷം ഇന്നവരെ കേട്ടിട്ടില്ല. അറബി വർഷാരംഭത്തിൽ ആരും ന്യൂ ഇയർ ആഘോഷിക്കാറുള്ളത്. ഒരു മനുഷ്യന്റെ ഈ ദുനിയാവിലുള്ള ആയുസ് അത് ഓരോ വർഷവും കഴിയുന്തോറും കുറഞ്ഞു വരികയാണെന്ന് ബുദ്ധിയുള്ളവർക്കൊക്കെ അറിയാം. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്ത് ധൈര്യത്തിലാണ് നമ്മൾ ഒരു ന്യൂ ഇയർ ആഘോഷിച്ചുകൊണ്ട് അതിന്റെ പേരിൽ ആഘോഷങ്ങളും അതുപോലെ തന്നെ അവന്റെ ആഹ്ലാദങ്ങളും ഒക്കെ പങ്കിടുക. ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ മനസ്സിലാക്കേണ്ടത്, ഞാൻ മരിക്കാൻ ഒരു വർഷം കൂടെ എന്റെ ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞുപോയി,
എന്റെ ആയുസ് കുറെ എണ്ണപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ മരണത്തിനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ എന്ത് ആനന്ദമാണ് അവനുണ്ടാവുക, എന്ത് ആഹ്ലാദമാണ് ഉണ്ടാവുക. നമ്മൾ ചിന്തിക്കേണ്ടത് എന്റെ കഴിഞ്ഞ വർഷക്കാലങ്ങൾക്കിടയിൽ ഞാൻ ആ പരലോകത്തേക്ക് വേണ്ടി, മരണത്തിന് ശേഷമുള്ള എന്റെ ജീവിതത്തിലേക്ക് വേണ്ടി എന്താണ് ഞാൻ സമ്പാദിച്ചത്. ഇതാണ് ബുദ്ധിയുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടത്. സഹോദരങ്ങളെ, അങ്ങനെയുള്ള ഒരു മനുഷ്യന് മദ്യപിച്ചും കേക്ക് മുറിച്ചും പടക്കം പൊട്ടിച്ചും ആർപ്പ് വിളിച്ചും രാത്രികളിൽ ഉറങ്ങാതെ രാസലീലകളിൽ ഏർപ്പെട്ടും ആറാടിക്കൊണ്ട് ഒരു പുതുവർഷത്തെ ഏത് നിലയിൽ വരവേൽക്കാൻ സാധിക്കും? അങ്ങനെയുള്ള ആളുകളൊക്കെ ഇപ്പൊ നമുക്കറിയാമല്ലോ, ജനുവരി പിറക്കുമ്പോ രാത്രി 12 മണിക്ക് യുവാക്കളായ ആളുകൾ, യുവതികളായ ആളുകൾ, ആണും പെണ്ണും കൂടിക്കലർന്നുകൊണ്ട് എന്ന് ദുനിയാവിൽ നടക്കുന്ന തെമ്മാടിത്തരങ്ങൾ പുതുവർഷം ആഘോഷിക്കുകയാണെന്ന പേരിൽ കാണിച്ചു കൊടുക്കുന്നു. നമ്മുടെ വീടുകളിൽ നിന്ന് നമ്മുടെ മക്കൾ പോലും അത്തരം വേദികളിലേക്ക് പോകുന്നു എങ്കിൽ നമ്മൾ അവർക്ക് എന്ത് തർബിയത്താണ് സഹോദരങ്ങളെ നൽകിയിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മക്കളോട് ചോദിച്ചാൽ അവർ പറയും ഒരു രസം, അതൊരു എല്ലാവരും കൂടെ, സുഹൃത്തുക്കൾ എല്ലാവരും കൂടെ ഒരു എൻജോയ് ചെയ്യല്ലേ, അതിനെന്താ അത്ര പ്രശ്നം? അങ്ങനെയുള്ള വേദികളിൽ സംഭവിക്കുന്നത് അവിടം തൊട്ടായിരിക്കും പല ആളുകളും മദ്യവും അതുപോലെ തന്നെ മയക്കുമരുന്നിന്റെ ലഹരിയുടെ അടിമകളായി തീരുക. ഈ നിലയിൽ തന്റെ ജീവിതത്തിന്റെ അള്ളാഹുവിന് വഴിപ്പെടേണ്ടുന്ന സമയം ഇത്തരം ഉറക്കമൊഴിച്ച് തൊമ്മാടിത്തരങ്ങളിലും തോന്നിവാസങ്ങളിലും മുഴുകുന്ന യുവാക്കളും യുവതികളും മനസ്സിലാക്കണം. തന്റെ കൂട്ടുകാരന്റെ ഇഷ്ടത്തിന് വേണ്ടിയാണ് ഞാൻ പോയത്, എനിക്കതിൽ വിശ്വാസമൊന്നുമില്ല എന്നൊക്കെ പറയുന്നവരായ ആളുകൾ നാളെ പരലോകത്തൊരു ദിവസം വരാനുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിക്കുകയാണ്. അക്രമികളായ ആളുകൾ വിരൽ കടിക്കുന്ന, തന്റെ കൈകൾ കടിക്കുന്ന ഒരു രംഗം. യഖൂലുവൻ പറഞ്ഞു പോകും, യാ ലൈതനി ഇത്തഖഅതു മഅ റസൂലി സബീല, എന്റെ നാശമേ, പ്രവാചകന്മാരുടെ, പണ്ഡിതന്മാരുടെ, സലഫ് സ്വാലിഹീങ്ങളുടെ ആ മാർഗം ഞാൻ സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ. ഇത്തരം തോന്നിവാസങ്ങളിലേക്കും തെമ്മാടിത്തരങ്ങളിലേക്കും നിങ്ങൾ പോകല്ല മക്കളെ എന്ന് മെമ്പറുകളും മദ്രസാധ്യാപകന്മാരും ഇമാമുകളും പ്രവാചകന്മാരുടെ അധ്യാപനങ്ങൾക്കനുസരിച്ച് പറഞ്ഞിരുന്നു, കേട്ടിരുന്നു ഞങ്ങൾ. പക്ഷെ ഞങ്ങൾ അതൊക്കെ പുല്ലുവരെ കൽപ്പിച്ചു. എന്റെ നാശമേ, എന്റെ ഈ ഒരു വാക്ക് ഞാൻ സ്വീകരിച്ചിരുന്നെങ്കിൽ നന്നായേനെ എന്ന് വിലപിക്കുന്ന ആളുകൾ. അവർ പറയും, യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ഇന്നവനെ ഞാൻ എന്റെ ചങ്കായി, എന്റെ കൂട്ടുകാരനായി സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ. അവനാണ് എന്നെ വിളിച്ചത്, അവനാണ് എന്നെ കൊണ്ടുപോയത്, അവനാണ് ഇത്തരം സന്ദർഭങ്ങളിൽ എന്നെ തോന്നിവാസങ്ങളിലേക്ക് പ്രേരിപ്പിച്ചത്. അവനൊരു സുഹൃത്തായി ഞാൻ കണക്കാക്കില്ലായിരുന്നെങ്കിൽ നന്നായേനെ. ലഖദ് ളല്ലനി അനി ദിക്രി ബഅദ ജാഹദനി ഇദ് ജാഅനി, എനിക്ക് കൃത്യമായ സന്ദേശങ്ങൾ വന്നതിന് ശേഷം ഈ കാര്യങ്ങൾ ഞാൻ ഓർത്തിരുന്നുവെങ്കിൽ നന്നായേനെ എന്നവൻ വിലപിക്കും നരകം കാണുമ്പോ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വകാന ശൈത്വാനു ലിൽഇൻസാനി ഖദൂല, പിശാചിന്റെ പണി എന്താ? മനുഷ്യനെ പിഴപ്പിക്കുക, അവനെ ദുർമാർഗത്തിലേക്ക് തോന്നിപ്പിക്കുകയും അവസാനം നരകാവകാശിമാരൊക്കെ ആയിത്തീരുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇസ്ലാമിൽ ഒരു ന്യൂ ഇയർ ആഘോഷമില്ല, ഒരു പുതുവർഷം ആരംഭിക്കുകയാണെന്ന്. എന്നാൽ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എന്തൊരു ആനന്ദമാണ് ഉണ്ടാവുക. അവന്റെ ചിന്തയിൽ ഉണ്ടാവേണ്ടത്, പടച്ചവനെ, കഴിഞ്ഞുപോയ ഒരു വർഷം, എന്റെ ആയുസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു വർഷത്തിൽ ഇന്നലകളിൽ ഞാൻ എന്ത് ചെയ്തു, എന്തെന്റെ പരലോകത്തിന്റെ വിജയത്തിന് വേണ്ടി ഞാൻ സമ്പാദിച്ചൊരുക്കി വെച്ചു എന്നുള്ള ചിന്തിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കണ്ണുനീരല്ലാതെ മറ്റെന്താണ് അവന്റെ കണ്ണുകളിൽ നിന്ന് വരാനുണ്ടാവുക? അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, പുതിയ കലണ്ടർ നമ്മുടെ ഒരു പുതിയ ഊർജത്തോടുകൂടി നാളെ പരലോകത്തിന് വേണ്ടി കൂടുതൽ പ്രവർത്തിക്കാനുള്ള ഒരു അവസരമായി കൊണ്ടാണ് ഞാനും നിങ്ങളും കണക്കാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആയുസ് നൽകുകയാണെങ്കിൽ ആ നിലയിലാണ് ഒരു പുതുവർഷത്തെ നമ്മൾ വരവേൽക്കേണ്ടത്. എന്റെ പ്രവർത്തനങ്ങളിൽ കുറഞ്ഞത് ഞാൻ കൂട്ടും, അള്ളാഹുലേക്ക് കൂടുതൽ നല്ലൊരു വിഭാഗമായി, നല്ല സ്വഭാവത്തിനുടമയായി ഞാൻ മാറും എന്ന് ചിന്തിക്കുന്ന ബുദ്ധിയുള്ള ആളുകളായി തീരാനാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്കറിയാം, പീഡിതരായ ഒരു ജനവിഭാഗമായിരുന്നു ബനൂ ഇസ്രായേൽ. ചെങ്കടൽ കടന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ
അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ രക്ഷപ്പെടുത്തിയത് ഈജിപ്തിൽ നിന്നും അവർ ഹിജ്റ പോവുകയായിരുന്നു. മുഹറം ഒരു ഹിജ്റയുടെ സന്ദേശമാണ് നൽകുന്നത്. അല്ലാഹുവിനെ മാത്രം ആരാധിക്കുവാനുള്ള ഒരു സൗകര്യം, അല്ലാഹുവിനെ മാത്രം വഴിപ്പെടുവാനുള്ള ഒരു അവസരം ഉണ്ടാവാൻ, ഫിർഔനിന്റെ ക്രൂരമായ കിരാത പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ, ഫിർഔൻ ഞാനാണ് ദൈവം എന്ന് വാദിക്കുമ്പോ അവന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണമെന്ന് നിർബന്ധിക്കുമ്പോ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ അല്ലാഹുവിന്റെ മുമ്പിൽ മാത്രം തന്റെ നേർച്ച വഴിപാടുകൾ തന്റെ തല കുമ്പിട്ടുകൊണ്ട് സുജൂദിൽ വീഴുവാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി അള്ളാഹുവിന്റെ ദുനിയാവിൽ രക്ഷപ്പെട്ടു പോവുകയാണ്. ചെങ്കടൽ കടന്ന് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് മൂസാ നബിയും സഹാബിമാരും ഹിജ്റ പോയത്. വിശ്വാസികളായ ആളുകൾക്ക് അതിൽ വലിയൊരു പാഠമുണ്ട്. എന്താണ് ഹിജ്റ? ഒരു നാട്ടിൽ നിന്ന് അവിടെ നാട്ടിൽ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ മറ്റൊരു നാട്ടിലേക്ക് ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി പോകുമ്പോ ആ വിശ്വാസം നേടിയെടുക്കുന്നത് അല്ലാഹുവിന്റെ സ്വർഗമാണ്, ഔന്നത്യമാണ്. തന്നെയുമല്ല, ഇത് റബ്ബിന്റെ വാഗ്ദാനമാണ്. നിങ്ങൾ നാം രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നത്. അല്ലാഹു പറഞ്ഞത് വനുരീദു അൻ നമുന്ന അലല്ലദീന ഇസ്തുളിഫൂ ഫിൽ അർദ് വനജഅലഹും അഇമ്മതൻ വനജഅലഹുൽ വാരിസീൻ. നാട്ടിൽ ബലഹീനരായി തീർന്നിരുന്നവരായ ആളുകൾ, ഒന്നിനും പറ്റാത്തവരെന്ന്, ശാരീരികവും സാമ്പത്തികവും അതുപോലെ തന്നെ ആയുധബലത്തിലും എല്ലാ നിലയിലും ദുർബലരായിരുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ നിന്നുള്ള കാരുണ്യം, ദാക്ഷിണ്യം റബ്ബ് സുബ്ഹാനഹു വ തആല ചെയ്യണമെന്നുള്ള ഉദ്ദേശമാണ് ഇത്തരം രംഗങ്ങളിലുള്ളത്. അള്ളാഹുവിന്റെ ഉദ്ദേശമാണത്. തന്നെയുമല്ല, അള്ളാഹു പറയുകയാണ് അവരെ പിന്നീട് ഒരു നാട്ടിൽ കൊണ്ടുപോയി, അല്ലെങ്കിൽ അവരുടെ പിന്നീട് അവർക്ക് ഔന്നത്യം നൽകുവാനും ആ നാട്ടിലുള്ള നേതാക്കന്മാരായി അവരെ അനന്തരാവകാശികളാക്കുകയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്. ഏതൊരു നാട്ടിലും ആ നാട്ടിൽ അല്ലാഹുവിന്റെ ദീനിന്റെ ആളുകളാണ്, മുസൽമാനാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന ആളുകൾ ഖേദപ്പെടേണ്ടതില്ല, നിരാശപ്പെടേണ്ടതില്ല. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഔന്നത്യം നൽകും. ഫിർഔനിന്റെ ക്രൂരമായ പീഡനങ്ങളിൽ നിന്ന് ബനൂ ഇസ്രായേലിയർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പദവികൾ നൽകി, ആധിപത്യം നൽകി, നാടിന്റെ ഉടമകളാക്കി. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, പിന്നീട് അവർ അഹങ്കാരികളും തോന്നിവാസികളും ഏറ്റവും വലിയ താന്തോന്നികളും ഇന്ന് ഈ ലോകത്തിന് തന്നെ ഭീഷണിയാവുന്ന അവസ്ഥയിലേക്ക് അവർ മാറിയെങ്കിൽ അതിന് വിധേയരായിക്കൊണ്ടിരിക്കുന്ന, അവരുടെ പീഡനങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് നമുക്കറിയാം ഫലസ്തീനിൽപ്പെട്ട ആളുകൾ, അവരുടെ അവസ്ഥ പട്ടിണി കൊണ്ടും യുദ്ധത്തിന്റെ പ്രയാസങ്ങൾ കൊണ്ടും അനുഭവിക്കുന്നു എങ്കിൽ ഇത് റബ്ബ് നൽകുന്ന വാഗ്ദാനമാണ്, രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഭാഗത്തിന് ഔന്നത്യം നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വാഗ്ദാനമാണ്. എവിടെ, ഏത് നാട്ടിലാണെങ്കിലും പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതയും അതുപോലെ തന്നെ നാടിന്റെ പ്രമാണിത്വവും ഒക്കെ നൽകുമെന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഇസ്ലാമിക ആരംഭം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തിനെയും കാണുന്ന മാത്രയിൽ മുസൽമാനാണെന്ന് പറയാൻ പോലും പേടിക്കുന്ന ഒരു സാഹചര്യം, അതിക്രൂരമായ പീഡനങ്ങൾക്ക് പല സഹാബിമാരും വിധേയരായി. അദ്ദേഹത്തിന്റെ യജമാനൻ എങ്ങനെയോ അറിഞ്ഞു, തന്റെ അടിമ, ഒരു അടിമയായിരുന്നു അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, മുഹമ്മദിന്റെ മാർഗത്തിൽ പ്രവേശിച്ചിട്ടുണ്ടെന്ന് ഖബ്ബാബ് റളിയല്ലാഹുവിന്റെ യജമാനൻ അറിയുകയാണ്. അദ്ദേഹം തന്റെ ആ വേലക്കാരനെ അടിമയെ വിളിച്ചു. അദ്ദേഹത്തിന് കരുവാൻ പണിയാണ്, കൊല്ലത്തിന്റെ കരുവാന്റെ പണി എന്ന് പറയല്ലോ, കൊല്ലം ആല എന്നൊക്കെ പറയല്ലോ, ഇരുമ്പുകള് ചൂടാക്കി അതുകൊണ്ട് ആയുധം നിർമ്മിക്കുന്ന പണിയായിരുന്നു അദ്ദേഹത്തിന്. തന്റെ യജമാനൻ കൽപ്പിച്ചു, ഒരു നല്ല 2 ഇരുമ്പ് കമ്പി പഴുപ്പിച്ചെടുക്കാൻ. ഞാൻ വന്നിട്ട് പറയാം എന്തിനാണെന്നുള്ളത്. അത് പഴുപ്പിച്ച് ചുവന്ന് തൊടുത്തു. യജമാനനെ അറിയിച്ചു, വന്നു. യജമാനൻ അത് 2 മൂരിയെടുത്തുകൊണ്ട് അതിന്റെ മുന്നിൽ നിന്ന് ഖബ്ബാബ് റളിയല്ലാഹുവിനോട് ചോദിക്കുന്നു, നീ മുഹമ്മദിന്റെ മാർഗം സ്വീകരിച്ചു എന്നുള്ളത് ഞാൻ കേൾക്കുന്നു, സത്യമാണോ? അദ്ദേഹത്തിന് കാര്യത്തിന്റെ അപകടം മനസ്സിലായി. അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം അദ്ദേഹം തന്റെ ആദർശം തുറന്നു പറയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. അതെ, ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനെ വിശ്വസിച്ചിട്ടുണ്ട്,
അള്ളാഹു അല്ലാതെ മറ്റൊരാളും ആരാധനക്ക് അർഹനില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചപ്പോ തന്റെ മറ്റുള്ള സിൽബന്ധികളുമായി ആ മനുഷ്യനെ അദ്ദേഹത്തെ കുനിച്ചു നിർത്തി ഈ പഴുത്ത ഇരുമ്പ് അദ്ദേഹത്തിന്റെ പുറത്തങ്ങട് വെച്ച് അമർത്തുകയാണ്. ഇരുമ്പ് തുളഞ്ഞു കയറി മാംസം കരിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് നീരൊലിക്കുന്ന ആ ഒരു അവസ്ഥ വരെ, അത് ആ ഇരുമ്പിന്റെ ആ നിറം മങ്ങുന്നത് വരെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അത് പഴുപ്പിച്ചു കയറ്റി. നോക്കണം, പച്ചയായ ഒരു മനുഷ്യന്റെ അവസ്ഥയാണ്. അവിടെ നിന്ന് രക്ഷപ്പെട്ട് വേദനിക്കുന്ന ശരീരവുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചു. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയുടെ ഓരത്ത് തണലിൽ ക്ഷീണിതനായി പല ആളുകളിൽ നിന്നും തെറിയും മാട്ടും തുപ്പും ഒക്കെ കേട്ട് ക്ഷീണിതനായിരിക്കുന്ന സന്ദർഭത്തിലാണ് ഖബ്ബാബ് ഇബ്നു അറസ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. അദ്ദേഹം ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഒന്ന് കണ്ടില്ലേ നിങ്ങൾ? ശരീരത്തിൽ നിന്ന് വെന്ത മാംസവും ചോരയും ഒലിക്കുന്ന ശരീരം കാണിച്ചു കൊടുത്തുകൊണ്ട് കണ്ണുനീരോടുകൂടി ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അലാ തദ്ഉനാ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? ഈ ഒരു ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, ഇസ്ലാമിന് ഔന്നത്യം ഉണ്ടാവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് നൽകിയ മറുപടി, നിങ്ങൾ അർജന്റ്, നിങ്ങൾക്ക് ധൃതിയാണല്ലേ? നിങ്ങൾക്ക് മുൻപുള്ള ഒരു സമൂഹം ഉണ്ടായിരുന്നു ഇവിടെ. ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ട് അവരുടെ ശരീരത്തിൽ നിന്ന് മാംസം മുഴുവനും പറിച്ചെടുത്തിട്ടുണ്ട്. ഈർച്ചവാളുകൾ കൊണ്ട് അവരുടെ തലക്ക് മുകളിൽ നിന്ന് 2 കഷ്ണമായി അവരുടെ ശരീരം മുറിച്ചു കളഞ്ഞിട്ടുണ്ട് ഈ ദീനിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി. പക്ഷെ അതൊന്നും അവരെ ഒരിക്കലും ബാധിച്ചിട്ടില്ല. അവർ മരണത്തിന്റെ അവസാനത്തെ വാക്കുപോലും അവർ പറഞ്ഞിരുന്നത് അല്ലാഹു അക്ബർ എന്നായിരുന്നു. നിങ്ങൾക്ക് ക്ഷമയില്ല അല്ലേ എന്ന് ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് ഒരു വാക്ക് പറഞ്ഞു. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയാണ് അതിലുള്ളത്. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ബാബ് ഇബ്നു അറത്തിനോട് പറയുകയാണ്, താങ്കൾ മനസ്സിലാക്കണം, സൻആയിൽ നിന്നും ഹദറമൗത്ത് വരെ ഒരു പെണ്ണ്, ഒരു സാധാ അടിമ സ്ത്രീ ഒരാളെയും പേടിക്കാതെ വന്യമൃഗങ്ങളെ ഉപദ്രവിക്കുന്നു എന്നത് ഒഴിച്ച് ഒരു മനുഷ്യനെയും പേടിക്കാതെ നിർഭയമായി തനിച്ച് യാത്ര ചെയ്യുന്ന ഒരു കാലം ഇസ്ലാമിന് വരാനുണ്ട്. അല്ലാത്തൊരു പ്രവചനമാണത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് അത് സംഭവിച്ചു എന്നും ഞങ്ങളിൽ പലരും ആ പെണ്ണിനെ കണ്ടു എന്നും സഹാബിമാര് പറഞ്ഞിട്ടുണ്ട്. ഒരു പേടിയില്ല, മുസ്ലിമാണോ, നിർഭയമായി ഇസ്ലാമിക സാമ്രാജ്യത്തിലൂടെ നടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പ്രതീക്ഷ വേണം വിശ്വാസികൾക്ക്. ഫലസ്തീനിൽ അങ്ങനെയാണ്, മറ്റുള്ള സ്ഥലങ്ങളിൽ അങ്ങനെയാണ്. ഈ കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യ രാജ്യത്തുമൊക്കെ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് വാനലോകത്ത് നിന്നും ഒരു തുറവ് നമുക്ക് ഉണ്ടാവണമെന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? അള്ളാഹുവിന്റെ കൽപ്പന, അള്ളാഹുവിന്റെ തീരുമാനമാണത്. നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഈമാൻ എത്രത്തോളം ഉണ്ടെന്ന്. നമ്മുടെ മുമ്പിലിട്ട് നമ്മുടെ ഭാര്യമാരെയും മക്കളെയും കൊന്നു കൂട്ടുന്ന സന്ദർഭം വരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അത്തരം ദുരിതങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസി ലോകത്തെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഒരു മനുഷ്യന്റെ ഈമാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഏറ്റവും കൂടുതൽ കഠിനമായ പരീക്ഷണങ്ങൾക്ക് വിധേയരായിട്ടുള്ളത് അള്ളാഹുവിന്റെ പ്രവാചകന്മാരാണ്. പ്രയാസമായിരുന്ന സന്ദർഭത്തിൽ അവിടെ നിന്ന് മാറി താമസിക്കേണ്ടി വരും. അത് ക്ഷമയോടുകൂടി അവലംബിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടത്. വലാ തൈഅസു മിർ റൗഹില്ലാ ഇന്നഹു ലാ യയഅസു മിർ റൗഹില്ലാ ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശപ്പെടരുത്. കാഫിറുകളായ ആളുകളല്ലാതെ ഇതിലടങ്ങേറെ മുടച്ച ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് വിലപിച്ചുകൊണ്ട് അതിൽ നിരാശപ്പെടുകയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഈ ഒരു പുതിയ വർഷാരംഭത്തിൽ വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷയോടുകൂടി ഇൻഷാ അല്ലാഹ് തന്റെ ജീവിതത്തിൽ വലിയ നിഅമത്തുകൾ ഉണ്ടാവും, മുസ്ലിം ലോകത്തിന് വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാവും എന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടെ തന്നെ വേണം ആ ഒരു കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള നല്ല ഒരു മനസ്സിന്റെ ഉടമകളായി, യഥാർത്ഥ വിശ്വാസികളായി നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. أقول قولي هذا أستغفر الله لي ولكم واستغفروه إنه هو الغفور الرحيم. الحمد لله وكفى والصلاة والسلام على المصطفى وعلى آله وصحابته المرتضى. أما بعد.
സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധമായ ഒരു മാസത്തിലേക്ക് പ്രവേശിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ആശുറാഇന്റെ ദിവസം നേരത്തെ സൂചിപ്പിച്ചതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് അനുഷ്ഠിച്ചു എന്നും ആ നോമ്പ് നോൽക്കുന്നതിന് വേണ്ടി നമ്മോട് കൽപ്പിച്ചു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയവരാണ്. ആശുറാ നോമ്പിന്റെ പവിത്രതയെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു. അപ്പൊ അവിടെ നിന്ന് പറയുകയാണ്, യുകഫിറു സനത്തല്ലതി ഖബലഹു, കഴിഞ്ഞുപോയ ഒരു വർഷത്തെ മുഴുവൻ പാപങ്ങൾ അത് മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. വലിയ ഒരു ഓഫറാണ് അല്ലാഹു നമുക്ക് നൽകുന്നത്. ഖേദകരമെന്ന് പറയട്ടെ, പടച്ചോൻ തരുന്ന പല ഓഫറുകളും നമ്മൾ ഒഴിവാക്കാറാണ്. നിർബന്ധമൊന്നുമില്ലല്ലോ, അത്ര വലിയ പ്രാധാന്യമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ നോമ്പുകളിൽ നിന്നൊക്കെ, സുന്നത്തായ നോമ്പുകളിൽ നിന്ന്, നമസ്കാരങ്ങളിൽ നിന്ന്, ഇളവുകളിൽ നിന്ന് സന്ദർഭം വന്നപ്പോൾ പറയാം, ഇസ്ലാം ഒരുപാട് ഇളവ് നമുക്ക് തന്നിട്ടുണ്ട്, അതൊന്നും നമുക്ക് വേണ്ട. നമ്മൾ വലിയ ഇമാന്റെ ആ തണുപ്പ് കൊണ്ട് ജീവിതത്തിൽ കുടിസുണ്ടാക്കുക. ഇന്നദ്ദീന യുസ്ർ, മതം ആചരിക്കാൻ എളുപ്പമാണ്. ഇത് അള്ളാഹു നൽകിയ ഈ ഔദാര്യം, ഈ ഓഫർ ഒരു വിശ്വാസി ബുദ്ധിപൂർവം വിനിയോഗിക്കുക. മുഹറം 10 നോമ്പിന് ഉള്ള ശ്രേഷ്ഠത, കഴിഞ്ഞുപോയ ഒരു കൊല്ലത്തെ പാപങ്ങൾ, ശിർക്കല്ലാത്ത പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരും എന്നുള്ളത് അല്ലാഹു നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. എന്നാൽ ജൂതന്മാർ ചെയ്തിരുന്ന ഒരു പ്രവർത്തനങ്ങൾ വിശ്വാസികൾ ചെയ്തിരുന്ന കണ്ടപ്പോൾ അവര് മുസ്ലിങ്ങളെ പരിഹസിക്കാൻ തുടങ്ങിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്നൊരു മുഖാലഫത്ത്, ഒരു എതിരുണ്ടാകാൻ വേണ്ടി, എങ്കിൽ നിങ്ങൾ 9 കൂടെ നോറ്റോളൂ എന്ന് നിർദ്ദേശിക്കുക ഉണ്ടായി. അപ്പൊ മുഹറം 9, 10 ദിവസങ്ങളിൽ ഈ നോമ്പ് സത്യവിശ്വാസികളായ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. ഇനി ആർക്കെങ്കിലും 9 നോക്കാൻ സാധിച്ചില്ല എങ്കിൽ 10-നും 11-നും ഈ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ കൊണ്ടുപോരാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുഹറം മാസത്തിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ മുസ്ലിം ലോകത്തേക്ക് ഇന്ന് ഷിയാക്കൾ, ജൂതന്മാരായ ആളുകളും ഷിയാക്കളായ ആളുകളും മുസ്ലിങ്ങളുടെ മനസ്സുകളിലേക്ക് കടത്തിക്കൂട്ടിയിട്ടുണ്ട്. മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ നഹ്സാണെന്നും ഏറ്റവും നല്ലതായ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള ചില പ്രചാരണങ്ങളും വിശ്വാസങ്ങളും ഒക്കെ മുസ്ലിം ലോകത്ത് നിന്ന് കടന്നുകൂടിയിട്ടുണ്ട്. അതൊന്നും ഇസ്ലാം പഠിപ്പിച്ചതല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. കല്യാണം, അതുപോലെ തന്നെ വീട് കൂടല്, അതുപോലെയുള്ള കല്യാണ നിശ്ചയം പോലെ ഇതൊക്കെ മുഹറം 10 കഴിഞ്ഞോട്ടെ എന്നൊക്കെ ചില ആളുകൾ ഉപദേശിക്കുന്നത് കാണാം. അങ്ങനെയല്ല, എല്ലാം ശ്രേഷ്ഠകരമായ ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത്തരം ശ്രേഷ്ഠകരമായ ദിവസങ്ങളിൽ, നോമ്പുള്ള ദിവസങ്ങൾ ഒഴികെ മറ്റുള്ള ദിവസങ്ങളിലൊക്കെ ഇത്തരം പുണ്യപ്രവർത്തനങ്ങൾക്കൊക്കെ നമ്മൾ ഉണ്ടാവണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അത്തരം അന്ധവിശ്വാസങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പൂർണ്ണമായി മാറ്റിക്കളയണം എന്നുകൂടി സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കുവാനും അള്ളാഹുവിന്റെ ദീനിനെ സംബന്ധിച്ച് പഠിച്ചുകൊണ്ട് മനസ്സിലാക്കി അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും പ്രവർത്തിക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കൂടുതൽ പ്രവർത്തിക്കുവാനും അള്ളാഹുവിന്റെ ദീനിന്റെ വക്താക്കളായിക്കൊണ്ട് ജീവിക്കുവാനും ആ ദീനിന്റെ ആളുകളായിക്കൊണ്ട് റബ്ബ് തൃപ്തിപ്പെടുന്ന യഥാർത്ഥ ജനവിഭാഗമായി ഈ ലോകത്തു നിന്ന് മരണപ്പെടുവാനുമുള്ള തൗഫീഖ് കാരുണ്യവാനായ റഹ്മാൻ നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന സത്യവിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമയും സഹനവും ആ പ്രയാസങ്ങളിൽ നിന്നൊരു തുറവിയും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ ദീനിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാവിധ ശത്രുക്കളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിനെ സംരക്ഷിക്കുകയും അതിന് കാരണക്കാരായി നമ്മൾ മാറുവാൻ, അങ്ങനെയുള്ള ആദരിക്കപ്പെടുന്ന വിഭാഗമായി തീരുവാൻ അല്ലാഹു നമുക്ക് ഇവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. പ്രയാസകരമായ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രയാസമുള്ളവരായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസവും സമാധാനവും, രോഗങ്ങളുള്ളവർക്ക് രോഗശമനവും, ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അതുപോലെ തന്നെയുള്ള നമ്മുടെ അടുത്ത ആളുകൾ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മെയും അവന്റെ
ജന്നാത്തുൽ ഫിർദൗസിൽ അവരുടെ കൂടെ ചേരുവാനുള്ള തൗഫീഖ് കാരുണ്യവാനായ റബ്ബ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ.